കളർട്ടൂൺ മാത്രമേ മെമ്മറീസിന്റെ ഉള്ളൂ, ബാക്കിയൊന്നും വന്നിട്ടില്ല. ജോസഫിന്റെ ദൃശ്യം പോലൊക്കെ ഒരു ക്രൈം സീൻ ആണ്. ഇപ്പം വലിയ കുഴപ്പമില്ല അങ്ങനെ പറയാൻ. അടിപൊളിയായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഹേ സിനിഫൈൽസ്, വെൽക്കം ബാക്ക്. ജിത്തു ജോസഫ് ആൻഡ് ജോജു ജോർജ് മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ ത്രില്ലർ സിനിമകളുടെ നായകനും ഡയറക്ടറും ഒന്നിച്ചൊരു പടം വരികയാണ്. കൂടെ ബിജു മേനോനും കൂടിയുണ്ട്. അപ്പോൾ വലതുവശത്തെ കള്ളൻ കണ്ടറിഞ്ഞ ഓഡിഷനോട് എങ്ങനെയുണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. നേരെ റിവ്യൂലേക്ക്. സൂപ്പർ. ജിത്തു ജോസഫിന്റെ ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ത്രില്ലറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് തന്നെ, അതേ സംഭവം തന്നെ. ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ എല്ലാം അതിനകത്ത് കാണാറുണ്ട്. അടിപൊളി. ഒരു പോലീസിലെ സ്ഥിരം ഒരു അൺപ്രഡിക്റ്റബിൾ ത്രില്ലർ തന്നെ. അൺപ്രഡിക്റ്റബിൾ ഒക്കെ തന്നെ, നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. എൻഗേജ്ഡ് ആണ്, അടിപൊളിയാണ്. ത്രില്ലർ എന്ന നിലയിൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. പിന്നെ മെയിനായിട്ട് ഈ പടത്തിൻ്റെ പ്ലോട്ടാണ് അട്രാക്റ്റീവായിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ പേരും അതുപോലെ തന്നെ അവസാനം പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അത് മനസ്സിലാക്കിയാൽ ഈ പടം കിടിലായിരിക്കും. അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് സംശയം. ജിത്തു ജോസഫിന്റെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പാറ്റേണിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് വ്യത്യാസങ്ങളൊന്നും തോന്നിയില്ല. ഭയങ്കര ഒരു സീറ്റഡ് ത്രില്ലർ മൊമെന്റ്സ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒരുപാട് എൻഗേജിങ് ആണ്, സമയം ഒരുപാട് ഇവന്റ്സ് നടക്കുന്നത് തോന്നുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് അത്രയും തോന്നിയില്ല. കുഴപ്പമില്ല, കണ്ടിരിക്കാം. പക്ഷെ ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട്. ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും സ്ക്രീൻ പ്ലേ. ലൈക്ക് ഒരു ആവറേജ് അത്രേ ഉള്ളൂ. ഒരു കോംപ്ലിക്കേറ്റഡ് സ്ക്രീൻ പ്ലേ ആയിട്ട് സ്ക്രീൻ പ്ലേ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. സോ ലൈക്ക് മറ്റേ മിറാഷ് കണക്ക് തന്നെ, ലൈക്ക് എങ്ങനെയൊക്കെ ഒരു കുറേ സംഭവം കണ്ടുപിടിക്കുന്നു, കുറേ പസിൽസ് സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവമാണ്. പക്ഷെ ഓവറോൾ ലൈക്ക് ഈ പറഞ്ഞ നോർമൽ ഓഡിയൻസിന് വെക്കാൻ ഭയങ്കര പാടായിരിക്കും. ക്രിട്ടിക്കിന് മേ ബി വർക്ക് ആയേക്കാം. ഈ ഒരു തീമൊക്കെ മുമ്പ് വന്നിട്ടുള്ള ത്രില്ലർ ലൈക്ക് പുള്ളി പറഞ്ഞായിരുന്നു മറ്റേ ഇന്റർവ്യൂവിൽ മറ്റേ മെമ്മറീസിന്റെ ഒരു ആ പാറ്റേൺ ആണ്. പക്ഷെ കളർട്ടൂൺ മാത്രമേ മെമ്മറീസിന്റെ ഉള്ളൂ, ബാക്കിയൊന്നും വന്നിട്ടില്ല. ലൈക്ക് ഒരു മിറാഷ് കണക്കാൻ ഒത്തിരി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു നോർമൽ ഒരു ത്രില്ലർ. ഓക്കെ, അത്രേ ഉള്ളൂ. ത്രില്ലറാണ്, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെ ജിത്തു ജോസഫിന്റെ സ്ഥിരം ത്രില്ലർ സിനിമകളിൽ നിന്ന് ഒരു പാറ്റേൺ ഉള്ള പടം. അൺപ്രഡിക്റ്റബിൾ ആണ് സ്റ്റോറി. അൺപ്രഡിക്റ്റബിൾ തന്നെ. അടിപൊളി പടം, ഇഷ്ടപ്പെട്ടു. നല്ല പടം, ഫുൾ സീറ്റഡ് ത്രില്ലർ ആണ്. ക്ലൈമാക്സ് വരെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. പടം ഒരു സ്ലോയിലാണ് തുടങ്ങുന്നത്, ഇന്റർവെല്ലൊക്കെ പീക്കിലാണ് കൊണ്ട് നിർത്തുന്നത്. സെക്കൻഡ് ഹാഫ് കൊള്ളാം, നല്ല പടം. ക്ലൈമാക്സ് കുറച്ച് ഇമോഷണൽ ആയിട്ടുണ്ട്, പക്ഷേ പടം കൊള്ളാം, അടിപൊളി പടം. നമ്മൾ അധികം പ്രതീക്ഷ ജിത്തു ജോസഫിന്റെ അങ്ങനെ നമ്മൾ ഇപ്പം മിറാജ് കണ്ടിട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ്. ഇപ്പം വലിയ കുഴപ്പമില്ല അങ്ങനെ പറയാൻ. കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ആയിട്ടാണ് തോന്നി. ഇല്ല, നമ്മൾ ഫസ്റ്റ് ഹാഫ് ഒക്കെ വലിയ പ്രതീക്ഷിച്ച ഒരു ഇതൊന്നും കിട്ടിയില്ല, ഇമ്പാക്റ്റ് ഒന്നും കിട്ടിയില്ല. സെക്കൻഡ് ഹാഫ് പിന്നെ എന്തൊക്കെയോ സ്റ്റോറിയൊക്കെ മനസ്സിലായി. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ജിത്തു ജോസഫിന്റെ ദൃശ്യം പോലൊക്കെ ഒരു ക്രൈം സീൻ ഒരു മെമ്മറീസ് ലെവലൊക്കെ ആക്കാൻ നോക്കിയാ. ബ്രോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല പടം അടിപൊളിയാണ്. എന്ന് വെച്ചാൽ സസ്പെൻസ് എന്ന് പറയുന്ന ഒരു ത്രില്ലർ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ഫുള്ളായിട്ട് കൊണ്ടുവരും പടം. പിന്നെ എടുത്തു പറയേണ്ടത് പെർഫോമൻസ് തന്നെ. ജോജുവിൻ്റെയും ലെനയായാലും ബിജുമേനൻ്റെ ക്യാരക്ടർ ആർക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മിസ്റ്ററി ത്രില്ലർ. അത് തന്നെ മിസ്റ്ററി ത്രില്ലർ, ഒരു അത് തന്നെ ത്രില്ലർ, റിവെഞ്ച് ത്രില്ലർ പോലെയാണ്. പക്ഷെ ആ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ലതാണ്, നല്ല പടം തോന്നാറുണ്ടോ? സ്റ്റോറിയൊക്കെ സ്റ്റോറി പുതുമയുള്ള സ്റ്റോറിയാണ്. എനിക്കങ്ങനെ തോന്നിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. ജിത്തു ജോസഫിന്റെ ഒരു ത്രില്ലർ സിനിമ പോലെ സാറ്റിസ്ഫൈഡ് ആവും. സാറ്റിസ്ഫൈഡ് തന്നെ എനിക്ക്.